ഹലോ ഗൈസ്, എല്ലാവർക്കും സഹയാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഞങ്ങൾ കാസർഗോഡായില്ല, കാസർഗോഡ് നീർച്ചാൽ കോട്ടക്കനിയിലുള്ള കല്ലയ തട്ടുകടയിൽ ഞാനൊരു യൂട്യൂബ് ഷോർട്ടിലാണ് ഈ വീഡിയോ ഉണ്ട്. അതായത് നല്ല നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും കിട്ടുന്ന ഒരു സ്ഥലം. ഇന്ന് ജസ്റ്റ് അതുവഴി പോകേണ്ടി വന്നപ്പോ ഇവിടെ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ 2 സെറ്റ് ബീഫ് പള്ളിക്കറി വാങ്ങി, പിന്നെ ഒരു 3 ലെമൺ ടീ. സാധനം എങ്ങനെയാണ് ട്രൈ ചെയ്തത്? അപ്പോൾ നമ്മൾ ഐറ്റം വന്നു, പിന്നെ നമുക്ക് അവിടെ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. നമുക്ക് സാധനം എങ്ങനെയാണ് കഴിച്ചു നോക്കാം. ചെറിയ പുളിപ്പും കാര്യങ്ങളൊക്കെ വെച്ചാൽ അടിപൊളിയാണ് സാധനം. വീട്ടിൽ സാധനം ഉണ്ടാക്കുന്ന ബീഫ് കറി അതുമായിട്ടൊന്നും കമ്പയർ ഉണ്ടാക്കുക, പക്ഷെ ഉള്ള നല്ല നല്ല ടേസ്റ്റ്. കഴിഞ്ഞാലൊക്കെ പോകുമ്പോഴേ ആ ഒരു ടൈപ്പ് നെയ്ച്ചോറും അതിൻ്റെ കൂടെ ഒരു പുളിപ്പ് പ്രത്യേകം ടേസ്റ്റ് ആയിരുന്നു. ബീഫൊക്കെ നല്ലോണം വേറെ കുക്കായിട്ടുണ്ട്. സാധനം തന്നെ പൊളിയാ. ഞാനൊരു ചിക്കൻ ഫ്രൈ കൂടി വാങ്ങി. വെറൈറ്റി കിട്ടാന്ന് വെച്ചിട്ട് കുറച്ച് ഹാർഡാണ്, പക്ഷെ നല്ലോണം ഒരിഞ്ഞിട്ടുണ്ട് സാധനം. ഫ്രൈ കൊള്ളാം. എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കോമ്പിനേഷൻ ആട്ടോ ഇത്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് നെയ്ച്ചോറും പരിപ്പറിയും കൊള്ളാം. തരും അതിൻ്റെ കൂടെ ചൂട് ലൈം ടീ കൂടെ ഉണ്ട്. നല്ല തണുപ്പാണ്, മഴ പെയ്തുകൊണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഈ ചൂട് ലൈം ടീ പൊളിയാണ്. ഹലോ, അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പം അടിപൊളി ഫുഡാണ്, ഒന്നും പറയാനില്ല. നമ്മൾ കല്യാണത്തിനൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലൊരു നെയ്ച്ചോറും അതിൻ്റെ കൂടെ ചെറിയൊരു പുളിപ്പില്ലൊരു ബീഫ്, അത് എന്താണെങ്കിലും എനിക്ക് ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആദ്യമായിട്ട് ഞാൻ പരിപ്പ് കറിയും നെയ്ച്ചോറെല്ലാം കഴിക്കും. അതും പരിപ്പ് കറിയും കൂടി കൂടുമ്പോഴെങ്കിൽ ഒട്ടുക്കത്തെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് ആ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്ക് പുറകിലിരിക്കുന്ന എൻ്റെ അനിയത്തിയാണ്, അവളാണ് ശരിക്ക് ബീഫ് പള്ളിക്കറിയിൽ നിന്ന സംഭവം എവിടെയാ കിട്ടുക എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മളിതിനെ പറ്റി നോക്കി. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ അവൾക്ക് ഡെങ്കു, ടേസ്റ്റ് ഇല്ല, എന്നിട്ട് ഒന്ന് അധികം കഴിക്കാൻ പറ്റിയില്ല, ഒന്നും ടേസ്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അമ്മ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ അമ്മക്കും നല്ല ഫുഡ് ഇഷ്ടപ്പെട്ടു. പക്ഷെ 2 പേർക്കും ഒരു ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അവരെ ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഈ റൂട്ടിൽ വരുമ്പം എൻ്റെ ഒരു യൂഷ്വൽ പ്ലേസ് ആയിരിക്കും ഇത്. അപ്പം മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ഫ്രം സഹയാത്രികർ.